മൈക്ക് കാണുമ്പോൾ കുട്ടികൾക്ക് ഒരു പേടിയുണ്ടോ? ആർക്കൊന്നും പറയാനില്ലാതെ ഓടുന്നു. ചിലരൊക്കെ അങ്ങനെ ഇല്ലാത്തവരായിരിക്കണം എന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് ആളുകളെ നമ്മൾ. നിങ്ങളെ ഒരു ചാൻസ് കിട്ടുമ്പോൾ പ്രതികരിക്കുന്ന കുട്ടികളാണോ? അതെ അതെ അതെ, അഭിപ്രായം പറയുന്നവരാ? അതെ. ഒരിക്കൽ ഒരു ചാനൽ വന്ന് അഭിപ്രായം പറഞ്ഞു, കുറച്ച് നാൾ എയറിലായിരുന്നു. ഞങ്ങളെ കാണുമ്പോഴേ കുറെ പേര് തിരിഞ്ഞു ഓടുന്നു. എന്തായിരിക്കും കാരണം? അത് LGBTQ+ കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടായിരുന്നു. അപ്പൊ അവസാനം വീട്ടുകാർ വരെ പറഞ്ഞു, മോളൊരു പരിധിക്കൊക്കെ പ്രതികരിച്ചാൽ മതി എന്ന് പറഞ്ഞു. കൂടിപ്പോയതല്ല, ഒരു നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. പിന്നെ ഹോമോഫോബിയൊക്കെ ഇപ്പോഴും ഭയങ്കര. അന്ന് എയറിലായതിനു ശേഷം വീണ്ടും ഒരു ചാൻസ് കൂടി കിട്ടണം. അപ്പൊ അന്നത്തെ കാര്യത്തില് എന്തെങ്കിലും ഒരു പുതിയ പ്രതികരണം നടത്താനുണ്ടോ, അതോ അതില് അന്നത്തെ അഭിപ്രായം തന്നെ ഉള്ളൂ. അതെ, നിലപാടിൽ മാറ്റമില്ലാത്തവരാണ്. നിലപാടിൽ തെറ്റുണ്ടെന്ന് തോന്നിയ സ്വാഭാവികമായിട്ടും തിരുത്തും, പക്ഷെ അല്ലാതെ പേടിച്ചിട്ട് മാറ്റുന്നില്ല. അതെ, ഈ പുതിയ തലമുറയുണ്ടല്ലോ, ഈ അധികം പ്രതികരണങ്ങൾ നടത്താതെ, പ്രതിഷേധങ്ങൾ നടത്താതെ അവരവരുടെ ലൈഫിൽ ഒതുങ്ങി, മൊബൈലിൽ ഒതുങ്ങി, അവരുടെ ഡിജിറ്റൽ വേൾഡിൽ ഒതുങ്ങി കൂടുന്നവരാണെന്നാണ് പൊതുവെ അഭിപ്രായങ്ങൾ. അങ്ങനെയാണോ? ഇന്റർനെറ്റ് ലോകത്താണോ എല്ലാവരും? ഇന്റർനെറ്റ് ലോകത്തിലാണ് എന്നതിനേക്കാൾ ഉപരി എല്ലാവരും ഒരു സേഫ് സ്പേസിൽ ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ പൊളിറ്റിക്സിലൊന്നും ഇല്ല, ഞങ്ങൾ വെറുതെ എന്തിനാണ് എന്ന് പറയുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ്സ് എന്താണ്, നന്നായിട്ട് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും നല്ല ബോധമുള്ള പിള്ളേരും ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇന്റർനെറ്റിനുള്ളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻസ് നടക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. സോ അത് നമുക്ക് നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും ഈ പറയുന്ന ഒരു എന്താണ്, ഞങ്ങളിങ്ങനെ പ്രശ്നങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾ ഭയങ്കര ചില്ലാണ്, ഞങ്ങൾ ഭയങ്കര കൂളാണ് എന്ന് പറഞ്ഞ് പ്രതികരിക്കാതിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരും ഉണ്ട്. ഇവിടെ ക്യാമ്പസ് പൊളിറ്റിക്സിലുണ്ടോ? ക്യാമ്പസ് പൊളിറ്റിക്സിലും ഉണ്ട്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പൊളിറ്റിക്സ് ഒക്കെ ഞങ്ങൾക്ക് ഉള്ളതല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ കോളേജ് ഇലക്ഷൻ വരികയാണെങ്കിൽ പോലും പാർട്ടി അതിലൊന്നും ഞാനില്ല. ഒരു പാർട്ടിയിലും വിശ്വസിച്ച് ബ്ലൈൻഡ് ആവണമെന്നല്ല, പക്ഷേ പൊളിറ്റിക്കൽ ആയിരിക്കുക എന്ന് പറയുന്നത് എന്താണ്, ഒരു യൂത്തിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ ക്യാമ്പസ് രാഷ്ട്രീയത്തിനൊക്കെ വലിയ റോളുണ്ട്. SFI പ്രവർത്തകയാണോ? SFI പ്രവർത്തകയാണ്. ഞാൻ ഒരു പാർട്ടിയുടെയും പ്രവർത്തകയല്ല, പക്ഷേ എന്താണ്, ക്യാമ്പസിൻ്റെ ഓരോ രീതി അനുസരിച്ച് ഓരോ തവണ ഇലക്ഷൻ വരുമ്പോഴും ഒരു പാർട്ടിയോട് അല്ലെങ്കിൽ ഏത് പാർട്ടി ജയിക്കണം എന്ന് ആഗ്രഹമുണ്ടോ അവരുടെ കൂടെ നിൽക്കാറുണ്ട്. നാട്ടിലൊരു വോട്ടെടുപ്പൊക്കെ നടക്കുന്ന അറിയോ? ഏത് വോട്ടെടുപ്പാണ് നടക്കുന്നത്? പഞ്ചായത്തിൽ. അപ്പോൾ ഒരു പുതിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥികളോട്, ഇനി ചുമതല ഏറ്റെടുക്കാൻ പോകുന്ന ഭരണസമിതികളോടൊക്കെ ആസ് എ ജെൻസി എന്ന രീതിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കാൻ? കുറെ വേണ്ടാത്ത വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക. അതാണ് പോയിന്റ്. വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോവാതെ നടക്കുന്ന കാര്യം എന്തെങ്കിലും പറയാല്ലേ? വാഗ്ദാനങ്ങളാ നമ്മുടെ ഉത്തമൻ പറഞ്ഞതുപോലെ കൂടുതലും വാഗ്ദാനങ്ങളായിരുന്നു അല്ലേ? ചിലതൊക്കെ അവർ ചെയ്തും കാണിക്കാറുണ്ട്, പക്ഷെ ചിലതൊന്നും നടപ്പിലാവാറില്ല. അപ്പോൾ ആദ്യത്തെ ഇവര് ഇലക്ഷൻ മുന്നേ ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ അവരുടേതായ കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയുക.